ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ ഐറ്റം എന്താണെന്ന് വെച്ചാൽ ടൈ ആണ്. അപ്പോൾ ആ ടൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പോവാം. അതിന് മുമ്പ് എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്കുക. അപ്പോൾ നമുക്ക് ടൈ ഉണ്ടാക്കുന്നതിലെ പ്രൊസീജിയർ ആദ്യത്തത് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ക്വയർ പേപ്പർ എടുക്കണം. ആ സ്ക്വയർ പേപ്പർ നമ്മൾ A4 ആയാലും കളർ പേപ്പർ ആയാലും എന്തായാലും കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ മടക്കിയിട്ട് വേണം. അതിൻ്റെ നമ്മൾ ഇതുപോലെ എയറോപ്ലെയിൻ ഒക്കെ ഉണ്ടാക്കില്ല, അതുപോലെ നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഇത് നമ്മൾ 2 സൈഡും ചെയ്ത് തീർക്കണം. ഇതുപോലെ 2 സൈഡ്സും ചെയ്യണം. ഇതുപോലെ കാണുന്നില്ലടാ, 2 സൈഡ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നോടെയും അത് ഇങ്ങനെ ആക്കണം. അയ്യോ, ആക്കുമ്പോൾ ഇങ്ങനെ ആക്കണം. ശരിയാവുന്നില്ല. സോറി ഗൈസ്, ആദ്യം നമ്മൾ ഇത് ചെയ്യണം. അത് കഴിഞ്ഞത് നമ്മളിത് ഇതിങ്ങനെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ ഇങ്ങനെ മടക്കണം. അതൊന്ന് ഞാൻ ചെയ്തിട്ട് വരാവേ. ഗൈസ്, ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ മടക്കണ്ട. ആദ്യം അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒരു ചെയ്യണം. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് തിരിച്ച് വെക്കണം. ഇതുപോലെ ഇങ്ങനെ വെക്കും. ആ സമയത്ത് നമ്മൾ ഇതെടുത്ത് പുറത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം. അതിങ്ങനെ ചെയ്തിട്ട് പിന്നെ പുറത്തോട്ട് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ വലിയതായിട്ടൊന്ന് മടക്കണം. അത് കാണുന്നില്ലടാ. അതിൻ്റെ ഇവിടെ നമ്മൾ ആദ്യം അങ്ങോട്ട് മടക്കില്ല, അത് നമ്മളെടുത്ത് ഇങ്ങോട്ടും മടക്കണം. ഇപ്പം ഇത്രയായി. ഇനിയിപ്പോൾ നമ്മുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെടുത്ത് ഇത്രയും ഇവിടെ ഉണ്ടോ, അത് നമ്മളിത് കറക്റ്റ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ആക്കണം. കാണുന്നില്ലടാ, ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഇതുണ്ടോ ഇവിടെ കാണുന്നില്ലടാ, ഇതുണ്ടോ, അത് ഇങ്ങനെ ആക്കണേ. ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ആ സെയിം ഇത് തന്നെ നോക്കാം. അതുകൊണ്ട് ഇപ്പം നമ്മുടെ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഒന്നോടെ ആദ്യത്തെ പോലെ തിരിച്ച് വയ്ക്കുക. നമ്മളിത് ഇതുപോലെ ചെയ്യണം കറക്റ്റായിട്ട്. ഇപ്പം നമ്മൾ ടൈൻ്റെ ഇതുവരെ എത്തി. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മുടെ ടൈ റെഡിയാണ്. ഇവിടെ ഇതുണ്ടോ, ടൈ ആയി. ടൈ ആയി. അവിടെ ക്യാമറ എൻ്റെ മുഖത്തോട്ട് കാണിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു ടൈ ആയി. ഇതാണ് നമ്മുടെ ടൈ. ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടൈ ഇരിക്കുന്നത്. എങ്ങനെയുണ്ട്? എല്ലാവരും ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏതാണ് ഇഷ്ടപ്പെടുന്നത് അതാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ആ നെയിം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അടിച്ചിട്ട് പറയണേ. ഓക്കെ, നമുക്ക് ഈ ടൈ നമുക്ക് സ്റ്റൈലിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ നെക്സ്റ്റ് സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഈ സിസറില്ലേ, ഈ സിസർ അതിൻ്റെ അകത്ത് കയറ്റി വെക്കാൻ പറ്റും. ആ ഒരു സാധനം അതിലേക്ക് പോവാം നമുക്ക്. അപ്പം നമുക്ക് നേരെ അതിലുണ്ടാക്കാൻ പോകുന്ന ഫസ്റ്റ് പ്രൊസീജിയർ നോക്കാം. ഇതിനും നമ്മളൊരു സ്ക്വയർ പേപ്പർ ആയിട്ട് എടുക്കണം. ഈ സ്ക്വയർ പേപ്പറിൽ നമ്മൾ എടുത്തിട്ട് ആദ്യം തന്നെ ഇങ്ങനെ പറയും. അതുകൊണ്ട് പിന്നെ ഒരു ചെറിയ സ്ക്വയർ ആക്കണം, ഇതുപോലത്തെ ഒരു സ്ക്വയർ. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഇവിടെ ഇങ്ങനെ ഇതുണ്ടോ, ഇവിടെ 1 2 3 4 ഉണ്ട്. ഇവിടെ 4 ഇതുണ്ട് ഇങ്ങനത്തെ. അപ്പോൾ നമുക്ക് അതിൽ 3 മാത്രം എടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഇതിൽ കുറച്ച് സ്പേസ് ലിവ് ചെയ്യണം. ഇവിടെ നോക്കണം, നീ ഇവിടെ ഇത്രയും സ്പേസ് നമ്മൾ ലിവ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. 1 ഇത് 2 അതിലും സ്പേസ് ലിവ് ചെയ്യണം. നെക്സ്റ്റ് 3 അതിലും നമ്മൾ സ്പേസ് വിടണം. ഇനിയിപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. പിന്നെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ സെർവറിൻ്റെ
പണിയുള്ളൂ. ഇതിന്റെ പേരെന്താന്ന് വെച്ചാൽ ബഫറ്റ് സെർവറിന്. ഞാൻ ഇവിടെ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. ചുമ്മാ എഴുതി വെച്ചേക്കും ഉണ്ടാക്കാനുള്ള ഇത്. എന്നിട്ട് നമുക്കിവിടെ ഗ്ലൂ ഒട്ടിക്കണം. എൻ്റെ ഈ ഗ്ലൂ ഇല്ലാതെ ഞാൻ ഇപ്പം അത് ചുമ്മാ ഇങ്ങനെ കൈ പിടിച്ചിട്ട് കോൺ മാതിരി ഇരിക്കണം. ബട്ട് വേണ്ടത് കയറ്റി വെക്കാതെ കണ്ടോ. ഇതിൻ്റെ അകത്തോട്ട് ഇത് കാണുന്നില്ലടാ. ഇത് നോക്കിക്കാം. ഇതുണ്ടോ. നമുക്കത് നമ്മുടെ സിസറും എന്ത് വേണമെങ്കിൽ നമുക്ക് പെൻസിൽ എടുത്താലോ. പക്ഷെ അത് ചാടിക്കും കേട്ടോ. പെൻസിൽ എടുത്തു. ഇതിനകത്ത് നോക്കുമ്പോൾ ഗ്രീൻ കളർ ഗ്രീൻ കളറായിട്ട് ഇതിൻ്റെ അകത്ത് പെൻസിൽ ഇടാൻ കുറച്ച് പാടാണ്. എന്നാലും സിസറാണ് ഇതിന് ബെസ്റ്റ് ഇടാനായിട്ട്. ഇതാണ് സിസറാണ് ഇതിന് ബെസ്റ്റ് ഇട്ട് വെക്കാനായിട്ട്. പിന്നെ വേണമെങ്കിൽ ഇത് നമുക്ക് വോളിലൊക്കെ ഉണ്ടോ, വോളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ള സ്ഥലത്തിന് എടുക്കാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഐറ്റം. ഇതും നമുക്ക് ആ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എൻ്റെ ഫേസ് കാണിക്കാം. ഇനിയിപ്പോൾ നമുക്ക് എന്താ പണിയെന്ന് വെച്ചാൽ നമ്മൾ ഈ ലാസ്റ്റ് ഐറ്റമായിട്ട് സാപ്ലൈൻ എന്ന് പറയും. ഈ കണ്ടിട്ടുണ്ടായിരിക്കും സാപ്ലൈൻ. അതിന് ഒരു റബ്ബർ ബാൻഡ് വേണം കേട്ടോ. ആ റബ്ബർ ബാൻഡാണ് എടുത്തത്. നമുക്ക് അതിന് ഒരു A4 വേണം. അപ്പോൾ A4 ഞാൻ എടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിൽ സെർവറിന് SERVER സെർവറിന് അടിച്ചു കൊടുത്താൽ മതിയേ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് തേർഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റമിലേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പോവാം. അതിൽ നമുക്ക് A4 ആണുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ A4 എടുത്തിട്ട് വരും. അപ്പോൾ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യേ. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് പ്രൊസീജിയർക്ക് പോകാം. ഒരു A4 ഉണ്ടാക്കിയതാണ്, ട്രയൽ അടിച്ചതിൻ്റെ തന്നെയാണിത്. അപ്പോൾ നമുക്ക് ആദ്യമേ നോക്കാം ഇങ്ങനെ ചെയ്യും. ഇതുപോലെ ചെയ്തിട്ട് ഇവിടെ കാണുന്നില്ലടാ. ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടെ തുറക്കാം. വേണ്ടത് ഇവിടെ അതെ ഇതുപോലെ നമ്മൾ സാധാ ഒരു എയറോപ്ലെയിൻ ഉണ്ടാക്കുമ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ ചെയ്യൂലേ, അതുപോലെ തന്നെ കാണുന്നില്ലേ. നോക്കണം നീ ഇടയ്ക്ക്, ഞാൻ ഇറക്കി നോക്കണം. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ചെയ്യില്ല, അതുപോലെ തന്നെ നമ്മൾ ഒന്നോടെ അതുപോലെ തന്നെ ചെയ്യണം. ഇപ്പോൾ രണ്ട് സൈഡും പിന്നെ നമ്മളത് ആ സ്റ്റെപ്പ് തന്നെ ഒന്നോടെ ചെയ്യണം. നമ്മുടെ ഇതിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇങ്ങനെ ചെയ്യണം. നമ്മളത് ഇപ്പോൾ ഈ സാപ്ലൈനൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് നേരം മതി, 2 മിനിറ്റ് മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ മടക്കണം. ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നോക്കടാ, ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യുക. നമ്മുടെ സിസർ എടുത്തിട്ട് നമുക്കിവിടെ അത്യാവശ്യത്തിനുള്ള ഈ പീസ് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രയൽ അടിച്ചപ്പോൾ അതിന് നമ്മൾ അതൊന്ന് തുറക്കുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. നമുക്ക് ഇതില് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ഈ സെൻറ്ററിലേക്ക് എത്തണ വരെ നമുക്ക് കട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ഇത്തിരി കട്ട് ചെയ്താൽ പോരെ, സെൻറ്ററിൽ എത്തണ അത്ര കട്ട് ചെയ്യണം. അപ്പോൾ അത് കട്ട് ചെയ്തു. അയ്യോ, അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ഈ സൈഡും കൂടി നമുക്ക് അതുപോലെ തന്നെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമ്മൾ ഇപ്പം നമ്മുടെ സാപ്ലൈൻ്റെ ഇങ്ങനെയാണ് നമ്മുടെ ഫുള്ളായിട്ടൊന്ന് കാണിച്ചാൽ ഇങ്ങനെയാണ് നമ്മുടെ സാപ്ലൈൻ്റെ ഇത് വരുന്നത്. ഇനി നമുക്ക് എന്താ റബ്ബർ ബാൻഡാണ് വേണ്ടത്. റബ്ബർ ബാൻഡ് ഇവിടെയാണ് നമ്മൾ റബ്ബർ ഓക്കെ അതെ ഗൈസ്. നമ്മൾ ബട്ട് ഇത് ഇടുമ്പോൾ ഒരു ഇതുണ്ട്, ഇങ്ങനെ വേണം നമ്മൾ ഇടാൻ. ഇതുപോലെ കാണുന്നില്ലടാ. ഇതുപോലെ ഇട്ടിട്ട് ഫ്രണ്ടിലത്തെ ഇതില്ലേ അത് ഇങ്ങനെ ബാക്കിലേക്ക് വലിക്കണം. കണ്ടോ, ഇങ്ങനെ ഫുൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് അത് ഉണ്ടാകുന്നത്. പിന്നെ നമ്മളിത് ഈ സാധനം ഇവിടെ നമ്മൾ കട്ട് ചെയ്തത് ഇപ്പം എന്തിനാണെന്ന് മനസ്സിലായില്ലേ.
അതിലുള്ളതായിരുന്നു അത്. അയ്യോ, ഇതുണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ ഇവിടെ ഫസ്റ്റിലത്തേൽ തന്നെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാവേ. അത് തെറിച്ചു പോയി അതേ ഉള്ളൂ. ബട്ട് ചെറുതായിട്ടൊന്ന് പറക്കുന്നുള്ളൂ, അത്രയ്ക്കായിട്ട് ഫ്ലൈ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ബോട്ടാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അത് ഞാൻ സെക്കൻഡ് പാർട്ടിലിടാം. ഇതെന്തായാലും ഞാൻ ഒന്ന് ഇടട്ടെ. എത്ര മിനിറ്റ്സായി? 8 ആയുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഈ സാധനങ്ങൾ ഇഷ്ടപ്പെട്ട എടുത്താണത്. ഇതെല്ലാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പൊ നമുക്ക് പുതിയ വീഡിയോയിൽ പിന്നീട് കാണാം. ഇത് സെക്കൻഡ് പാർട്ട് നമുക്ക് സൂൺ വരുന്നുണ്ട്. അത് മറ്റ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നാളെക്കൊണ്ടായിരിക്കും വരത്തുള്ളൂ. അത്ര നേരം എടുക്കുമായിരിക്കും. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഞാൻ നോക്കാൻ ട്രൈ ചെയ്യാം, നാളത്തേക്ക് അല്ലെങ്കിൽ ഇന്നത്തേക്ക് ഒന്ന് ഇടാൻ. നമുക്ക് എന്തായാലും ഈ സാധനങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ഇടിച്ച് ഉപ്പാടാക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ പിന്നീട് കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.